ഹലോ ഫ്രണ്ട്സ്, ലേബർ സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം ചാൻസലറായിരിക്കുന്ന റേച്ചൽ റീവ്സ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ NHSന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 25.7 ബില്യൺ പൗണ്ടാണ് മാറ്റിവരിക. അതായത് അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി 22.6 ബില്യൺ പൗണ്ടും അതിൻ്റെ മൂലധനത്തിലേക്ക് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഏകദേശം ഒരു 3.6 ബില്യൺ പൗണ്ടുമാണ് ഇപ്പോഴേ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് NHSനെ സംബന്ധിച്ചോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ലേബർ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യിലെ NHS അപ്പോയിൻമെൻറ്റുകളുടെ ബാക്ക്ലോഗ് ഏകദേശം ഒരു 7.5 മില്യൺ അപ്പോയിൻമെൻറ്റുകളാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. അതെല്ലാം തീർക്കും. അതിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഏകദേശം ഒരു 40,000 എക്സ്ട്രാ അപ്പോയിൻമെൻറ്റുകൾ നടത്തും എന്നുള്ളതാണ്. But I did have to make difficult decisions on tax yesterday, but they were necessary to bring the stability back to our economy and to ensure that we had the money for the National Health Service. And I was able to announce £22.6 billion of additional money for day-to-day spending in the health service to bring the waiting lists down. We made a commitment in our manifesto for 40,000 extra appointments every single week in the NHS, and I'm confident that the money that we set aside yesterday will enable us to deliver that, working together to deliver that. And in addition to that, £3.1 billion for capital investment. 100 മില്യൺ പൗണ്ടോളമാണ് ഏകദേശം 200 GPകൾ നവീകരിക്കാനായിട്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു 100 മില്യൺ പൗണ്ടിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പുതിയ അപ്പോയിൻറ്റ്മെൻറ്റുകൾ കൂടിയാണ്. അതായത് UK-ലെ NHS ഹോസ്പിറ്റലുകളുടെ ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി ഏകദേശം ഈ ഒരു 100 മില്യൺ പൗണ്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഈ ഒരു ആഫ്റ്റർ ബഡ്ജറ്റിൽ റേച്ചൽ റീവ്സും അതുപോലെ തന്നെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും കവൻട്രി ഹോസ്പിറ്റലിൽ വന്നിരുന്നത്. അപ്പോൾ കവൻട്രി ഹോസ്പിറ്റലിൽ വന്നിട്ട് സ്റ്റാഫ്സിനോട് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ആഫ്റ്റർ ബഡ്ജറ്റിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അവിടെ കണ്ടക്ട് ചെയ്ത് അവിടുത്തെ സ്റ്റാഫ് മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. A huge thanks from Kira and me and all of us for what you do, but also make a massive difference to the patients you treat. So that was the theme of the budget yesterday, but I'll now hand over to the Prime Minister, Keir Starmer. നമുക്ക് എല്ലാവർക്കും അറിയാം, UK-ലെ ഏറ്റവും NHS നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് ആണ്. അതിനു വേണ്ടിയിട്ട് എന്ത് പരിഹാരമാണ് ഈ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യും എന്ന് തന്നെയാണ്. കാരണം ഇത്രയും നാളും ആവശ്യത്തിന് ഉള്ള ട്രെയിൻഡ് സ്റ്റാഫിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. ഇനിയും വരുന്ന സമയങ്ങളിലും ഈ ഒരു ട്രെയിൻഡ് സ്റ്റാഫിനെ, അത് ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും റേഡിയോഗ്രാഫേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെയുള്ള ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ ഒഴിവുകൾ വന്നു കഴിഞ്ഞാൽ അത് അപ്പോയിൻമെൻറ്റുകൾ നടത്തും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇത്ര നേഴ്സസിനെ ഉടനെ അപ്പോയിൻമെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇത്ര ഡോക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എത്ര ഷോർട്ടേജ് വരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ നേഴ്സസിൻ്റെ ഷോർട്ടേജ് ആണ് അവിടെ ഒരു 5000 പേരുടെ ഉള്ളതുണ്ടെങ്കിൽ ആ 5000 പേരെ നിയമിക്കാൻ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂകൾ UK-യിലെ സ്റ്റോപ്പ് ആകാനായിട്ട് പോകുന്നില്ല. ഏത് ഹോസ്പിറ്റലിലാണോ ഇനിയിപ്പോൾ നേഴ്സസിൻ്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഇതുപോലുള്ള ഏത് വിഭാഗത്തിലാണോ ഷോർട്ടേജ് ഉള്ളത് ആ വിഭാഗത്തിലേക്ക് ആൾക്കാരെ അവർ ഇൻ്റർവ്യൂ ചെയ്ത് ട്രെയിൻഡ് സ്റ്റാഫിനെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുമെന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UK-യിലേക്കുള്ള ഇതേപോലെയുള്ള ഇൻ്റർവ്യൂകൾ ഒന്നും തന്നെ നിർത്താനായിട്ട് പോകുന്നില്ല. ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ, ട്രെയിൻഡ് സ്റ്റാഫിനെ അവർ നിയമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Any of you can ask any question. It does on the NHS. It's absolutely fine. It doesn't have to be on the NHS. You can ask us anything you like. Well, within reason. The cameras are rolling, but you know what I mean. So where should we go? Yeah. Hi, I'm Dr. Amy Burbridge. I'm a consultant in acute medicine. Oh yeah. Hi, Dr. Amy Burbridge. I'm a consultant in acute medicine. I've been working in the NHS for 19 years. Thank you for the increased funding. It's incredibly welcome at a very difficult time. Now, my main concern is physician wellbeing and burnout, particularly amongst our resident doctors. Now, you've announced these huge amount of income that's coming to the NHS. How can we be assured that that income will translate to
staffing gaps that we've got, the increasing number of rota gaps, that over the winter, we're not going to be really stretched. We're not going to be working in A&E with short-staffed. We're not going to be working in acute medicine, having to cover lots of different areas, which is incredibly challenging. Patient safety is at risk. Yeah. How can we have some assurance that, the money will go towards that? Well, thank you for raising that, because that will be on everybody's mind, wherever they're working in the NHS. There's been a huge strain on for a number of years. Obviously, COVID was very, very impactful. And then the very fact of having waiting lists that are very high is not a good environment for people to work in. And also being undervalued, quite frankly. When the last government wasn't able to bring down the waiting list, who did it blame? It blamed you. And that is disrespectful. That undervalues what you're doing. So the first thing, it's not a complete answer, is a mindset change. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം UK-ലെ NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആണെന്നെങ്കിലും അവർ ഹാർഡ് വർക്കാണ്. കാരണം നടുവൊടിഞ്ഞ പണിയാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്കറിയാം ഒരു വാർഡിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഡോക്ടേഴ്സോ എത്രമാത്രം ഹാർഡ് വർക്കാണ്. അവരുടെ വർക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും. അതേപോലെ തന്നെ നേഴ്സസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ തറ തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളുടെ വർക്ക് ലോഡ് കുറച്ചുകൂടി കൂട്ടി കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എഫിഷ്യൻ്റ് ആയിട്ട് NHS മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. A&E, one of the pressures is we don't have enough scanners with the scan results coming back more quickly. That's where the real problem is. So we need to identify that. But I also want to be honest with you. We are going to be asking more of you. There's no point me standing here and saying your workload will go down. The whole point is people are living longer. They've got more conditions. What the NHS is facing now is different to what it was facing in the post-war period. Your workload is likely to go up, not down. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഗോയിങ് ടു ബി അപ്പ്, നോട്ട് ഗോയിങ് ടു ബി ഡൗൺ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് NHS-ൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ നടു ഇനി വീണ്ടും ഒടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊരു വാർഡിൽ 25 നേഴ്സസ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 2-3 നേഴ്സസ് പോയി കഴിഞ്ഞാൽ ഉടനെ ആ ഒരു 3 നേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റുകൾ നടത്തത്തില്ല. അതേസമയം ഈ ഒരു 20 നേഴ്സിൽ ഒരു 15 പേരും പോയിട്ടൊരു 10 പേരേ ഉള്ളതുണ്ടെങ്കിൽ അത്രയും ആൾക്കാരെ അവർ വീണ്ടും ഇൻ്റർവ്യൂകൾ നടത്തി കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോഴേ NHS-ൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ മനസ്സിനെ തരപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പുതിയ സ്കാനേഴ്സും പുതിയ എക്യുപ്മെൻറ്റ്സുകളും അതുപോലെ തന്നെ AI ടെക്നോളജിയും ഒക്കെ NHS ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നു. കൂടുതൽ ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തായാലും അടുത്ത സമ്മറോടുകൂടി ഈ ഒരു 40,000 എക്സ്ട്രാ അപ്പോയിൻമെൻറ്റുകൾ എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഗവൺമെൻറ് കടക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനോടുള്ളിൽ തന്നെ ഈ പറയുന്ന NHS ഹോസ്പിറ്റലിലെ ഷോർട്ടേജ് നേഴ്സസിൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിൻ്റെയോ അല്ലെങ്കിൽ റേഡിയോഗ്രാഫേഴ്സിൻ്റെയോ എത്രയുണ്ടെന്നുള്ള ഒരു കണക്കുകൾ കൊണ്ടുവന്നിട്ട് അത്രയും ആൾക്കാരെ കൂടി അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യും. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു 40,000 എക്സ്ട്രാ അപ്പോയിൻമെൻറ്റുകൾ അവർക്കവിടെ നടത്താനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോഴേ NHS ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളുടെ സാലറിയൊക്കെ കുറച്ച് കൂട്ടി ഈ ഒരു ഒക്ടോബർ മാസം സാലറി കൂടി കുറച്ച് പൈസ നമ്മൾക്ക് അധികമായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന മാസങ്ങളിൽ ഈ ഒരു പുതിയ സാലറി ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. പക്ഷേങ്കിൽ വർക്ക് ലോഡ് ഇനിയിപ്പോൾ കൂടാനായിട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ NHS UK-ൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇപ്പോൾ ആരാണെന്ന് പറഞ്ഞാൽ ഒരു ക്ലീനർ തൊട്ട് ഇപ്പോൾ കൺസൾട്ടൻറ്റ് വരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്നുള്ള ആ ഒരു സൂചനയാണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി സ്റ്റാമർ നൽകുന്നത്. പുതിയ അപ്ഡേഷനുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണം. നന്ദി, നമസ്കാരം.